ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3D പെന്നിനെ കുറിച്ചാണ്. ഇത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത്തരം ഒബ്ജക്ട്സുകൾ നമുക്ക് 3D പെന്നിൽ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചായിരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പെന്നിൽ 3D പെന്നിൽ ടോട്ടൽ 5 ബട്ടൺസ് ആണുള്ളത്. 2 ബട്ടൺ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡും, അനദർ വൺ സ്ലൈഡ് തെള്ളി നീക്കുവാൻ പറ്റുന്ന ബട്ടണും, പിന്നെ 2 ബട്ടൺസ് മെറ്റീരിയൽ സെലക്ഷനും ടെമ്പറേച്ചറിനും വേണ്ടിയുള്ള ബട്ടൺസുകളാണ്. 3D പെന്നിൻ്റെ പിറകു വശത്ത് 2 പോർട്ടുകളുണ്ട്. ഒന്ന് പവർ സപ്ലൈ പോർട്ടും അനദർ വൺ കോയിൽ ലോഡ് ചെയ്യാനുള്ള പോർട്ടുമാണുള്ളത്. ഒരു 3D പെൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റിലെ പവർ സപ്ലൈ കൊടുക്കുക. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫോർവേഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത് കാണിക്കാം. 92, 96, 16, 102 ഇങ്ങനെ ടെമ്പറേച്ചർ റൈസ് ചെയ്തത് 196 ഡിഗ്രിയിൽ എത്തി നിൽക്കുന്നത് കാണാം. ഇപ്പം നമുക്ക് മനസ്സിലാക്കാം 3D പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യാൻ സജ്ജമായെന്നുള്ളത്. ഫോർവേഡ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ മോട്ടർ വർക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കാം. അതിനുശേഷം മെറ്റീരിയൽ ലോഡ് ചെയ്ത് കൊടുക്കുക. അല്പസമയം കാത്തു നിൽക്കുക. മെറ്റീരിയൽ ഫ്രണ്ട് നോസിൽ കൂടി താഴേക്ക് മെൽറ്റായി വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മെറ്റീരിയൽ കോയിൽ നമ്മൾ ഇൻസർട്ട് ചെയ്തതിന് ശേഷം ഫോർവേഡ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും ആ ഫോർവേഡ് ബട്ടണിൽ ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ നിൽക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ഡ്രോ ചെയ്യേണ്ടത് ഫോർവേഡ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മെറ്റീരിയൽ വരികയും നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റാവുന്നതുമാണ്. ഇതിനുശേഷം ഈ കോയിൽ നമുക്ക് മാറ്റിയിട്ട് മറ്റൊരു കളേർഡ് ആയിട്ടുള്ള കോയിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്വേഡ് ബട്ടണിൽ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിൽ ഇജക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമുക്ക് വീണ്ടും അനദർ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻസർട്ട് ചെയ്ത് ഈ ഒരു പ്രൊസീജിയർ തുടരാവുന്നതാണ്.
തുടർന്നുള്ള വീഡിയോസ് കാണുവാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.